ഹായ് ഓൾ, KS1-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഏതൊരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആവുന്ന മാത്സിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്. അതിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The sum of present age of A, B, C and D is 56 years. After 6 years, the ratio is 4:3:5:4. Find the present age of C. ഈ 4 പേരുടെ പ്രസന്റ് ഏജിൻ്റെ സമ്മ് 56 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 6 ഇയേഴ്സ് 6 ഇയേഴ്സ് കഴിയുമ്പം അവരുടെ റേഷ്യോ എന്താവും? 4:3:5:4 ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ ഏജ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആഫ്റ്റർ 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി. അവരുടെ റേഷ്യോ എന്താണെന്ന് പറയാം. നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടായോ? എയുടെ ഏജ് 4x ആണ്, ബിയുടെ ഏജ് 3x ആണ്, സിയുടെ ഏജ് 5x ആണ്, ഡിയുടെ ഏജ് 4x ആണ്. എപ്പോഴത്തെയാണിത്? 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏജ് കിട്ടിയെങ്കിൽ നമുക്ക് അവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിച്ചുകൂടായോ? പ്രസന്റ് ഏജ് എന്ത് കിട്ടും? 4x - 6 അല്ലേ? 6 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എയുടെ ഏജ് 4x ആണെങ്കിൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ 4x - 6. നെക്സ്റ്റ് ബിയുടെ എന്ത് വരും? 3x - 6. സിയുടേത് 5x - 6. ഡിയുടേത് 4x - 6. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവരുടെ പ്രസന്റ് ഏജ്. ഈ പ്രസന്റ് ഏജുകളുടെ എല്ലാം സമ്മ് 56 ആണ്. സോ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ പോരായോ? ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? 56. ഇനി ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 4x + 3x 7x, 7 + 5 12, 12 + 4x 16x, 16x - 4 6 അല്ലേ? ദാറ്റ് ഈസ് 24 equal to 56. So 16x will be equal to 56 plus 24 8. അപ്പോൾ 16x എന്ന് പറയുന്നത് നമുക്ക് 8 കിട്ടി. സോ x will be equal to 80/16 that is 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് സി. സിയുടെ പ്രസന്റ് ഏജ് ദാറ്റ് ഈസ് 5x - 6. അത് ശ്രദ്ധിച്ചോണേ. ഏതാ ചോദിക്കുന്നത്? പ്രസന്റ് ഏജ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 5x - 6. അത് 5 × 5 - 6 അല്ലേ? 25 - 6 19 ഇയേഴ്സ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സം ഓഫ് ഏജസ് ഓഫ് എ ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് 50 years. 4 years ago, father's age was 6 times as that of his son. What is the present age of the father? What is the present age of the father? അപ്പോൾ ഫാദർ ഉണ്ട്, ഒരു സൺ ഉണ്ട് അല്ലേ? ഇവിടെ റേഷ്യോ പറയുന്നത് എപ്പോഴായിരിക്കും? 4 years എഗോയിലെ കാര്യമാണ് പറയുന്നത് അല്ലേ? 4 years എഗോ സണ്ണിന്റെ വയസ്സ് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഫാദർ എത്ര എന്ന് പറഞ്ഞാൽ 6 times. സോ 6x. അപ്പോൾ 4 years മുൻപുള്ള നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എഴുതാൻ പറ്റുമല്ലോ. പെർസെൻറ്റേജ് എന്തായിരിക്കും? 6x + 4. 4 years എഗോ എക്സ് ആണെങ്കിൽ പ്രസന്റ് x + 4. ക്ലിയർ അല്ലേ? ദെൻ പറയുന്നത് ഇവർ രണ്ടുപേരുടെയും കൂടെ സമ്മ് 50 ആണ് അല്ലേ? ദാറ്റ് ഈസ് 6x + 4 + x + 4 എന്ന് പറയുന്നത് 50 ആണെന്ന്. എങ്കിൽ നമുക്ക് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? 6x + x 7x. 7x + 4 + 4 8 equal to 50. So 7x equal to 50 - 8. എന്ത് വരും? 42. So x will be equal to 42 - 7. That will be 6. അപ്പോൾ എക്സിന്റെ വാല്യൂ 6 എന്ന് കിട്ടി. ഇനി ചോദിക്കുന്നത് എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. ഫാദറിന്റെ പ്രസന്റ് ഏജ് ദാറ്റ് ഈസ് 6x + 4. 6x + 4. എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരായോ? 6 × 6 + 4 that is 36 + 4 40 years. ക്ലിയർ ആണോ? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫാദേഴ്സ് ഏജ് ഈസ് 3 times as much as the sum of ages of his 3 children. But 6 years hence, his age will be only double the sum of their ages. Find the age of the father. ഇവിടെ പറയുന്നത് ഫാദറിന്റെ ഏജും പിന്നെ സം ഓഫ് ഏജസ് ഓഫ് ഹിസ് 3 children, 3 ചിൽഡ്രന്റെ സമ്മിന്റെ 3 ഇരട്ടിയാണ് ഫാദറിന്റെ ഏജ് അല്ലേ? 6 years കഴിഞ്ഞ് ഹിസ് ഏജ് വിൽ ബി ഓൺലി ഡബിൾ ദ സം ഓഫ് ദെയർ ഏജസ്. അപ്പോൾ ഈ ചിൽഡ്രൻസിന്റെ പ്രത്യേകമായിട്ടുള്ള ഏജ് നമുക്ക് വേണ്ട.
അതുകൊണ്ട് നമുക്ക് സമ്മിനെ തന്നെ അസ്യൂം ചെയ്തത് C1 പ്ലസ് C2 പ്ലസ് C3 മൂന്ന് കുട്ടികളുടെ ഏജിന്റെ സമ്മ് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ ഫാദറിന്റെ ഏജ് എത്രയാണ് 3x. എപ്പോഴത്തെ കാര്യമാണ്? പ്രസന്റ് അല്ലെ? പ്രസന്റിലെ കാര്യമാണ് പറയുന്നത്. അവരുടെ സമ്മ് ചിൽഡ്രൻസിന്റെ സമ്മ് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ ഫാദറിന്റെ ഏജ് 3 ടൈംസ് ആയിരിക്കും, ദാറ്റ് ഈസ് 3x ആണ്, അത് പ്രസന്റ് ഏജ്. ഇനിയും പറയാൻ പോകുന്നത് ബട്ട് 6 years ഹെൻസ് അല്ലെ, 6 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ടുള്ള ഇവരുടെ എക്സിലുള്ള ഏജ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ബാക്കി വായിക്കാം. ആഫ്റ്റർ 6 years ഫാദറിന്റെ ഏജ് എന്താവും? 3x പ്ലസ് 6. ഈ ചിൽഡ്രൻസിന്റെ സം എന്താവും? അവിടെ ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് കയറി നമ്മൾ x പ്ലസ് 6 എന്ന് എഴുതരുത്, സമ്മ അല്ലെ. 3 പേരുടെ സമ്മാണ് ഇവിടെ തന്നേക്കുന്ന എക്സ്. അപ്പം 6 വർഷം കഴിയുമ്പോൾ എന്താവും? x പ്ലസ് 18 അല്ലെ. ഓരോരുത്തർക്കും 6 വെച്ച് കൂടി 6 × 3 18 കൂടും, അത് മറന്നു പോകരുത്. സോ പ്രസന്റ് ഏജ് എക്സ് എന്ന് അസ്യൂം ചെയ്തു. സോ 3x ആണ് ഫാദറിന്റെ ഏജ്. ആഫ്റ്റർ 6 years അവരുടെ ഏജ് നമ്മൾ കണ്ടുപിടിച്ചു. ഫാദറിന്റെ ഏജ് 3x പ്ലസ് 6ഉം ചിൽഡ്രൻസിന്റെ സമ്മ് എക്സ് പ്ലസ് 8. ഇനി ആ റിലേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആഫ്റ്റർ 6 years ഫാദേഴ്സ് ഏജ് വിൽ ബി ഡബിൾ ദ സം ഓഫ് ദെയർ ഏജസ്. ഫാദറിന്റെ ഏജ് ഡബിൾ ആണെന്ന്. അപ്പൊ ആ റിലേഷൻ നമുക്ക് എഴുതാം. അതായത് ഫാദറിന്റെ ഏജ് ഡബിൾ ആണ് അവരുടെ സമ്മുമായിട്ട്. എപ്പോഴത്തെ കാര്യം? 6 years കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എഴുതാം. 3x പ്ലസ് 6 ഈക്വൽ ടു 2 × x പ്ലസ് 18. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 3x പ്ലസ് 6 ഈക്വൽ ടു 2x പ്ലസ് 18 × 2 36. So x ഒരു സൈഡിലോട്ട് വന്നാൽ 3x minus 2x, x will be equal to 36 minus 6, 30. So x ന്റെ വാല്യൂ കിട്ടി. ഇനി ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ഫാദർ. ഫൈൻഡ് ഏജ് ഓഫ് ദ ഫാദർ എന്നാൽ അത് പ്രസന്റ് ഏജ് ആയിരിക്കും ചോദിക്കുന്നത്. സോ 3x അല്ലെ, പ്രസന്റ്, ദാറ്റ് ഈസ് 3 × 30, 90 years. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 90. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിയേ, പ്രസന്റ് ഏജ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ റേഷ്യോ 5:6. 7 years hence the ratio become 6:7 respectively. What is x percentage? Okay, എക്സിന്റെയും വൈയുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ അവർ തന്നിട്ടുണ്ട് 5:6 എന്ന്. അപ്പൊ നമുക്ക് എക്സിന്റെ ഏജ് എന്തെന്ന് കൊടുക്കാം? 5x എന്ന് കൊടുക്കാം. അതേപോലെ വൈയുടെ ഏജ് 6x എന്നും കൊടുക്കാം പ്രസന്റിൽ. ദെൻ അവർ പറയുന്നത് 7 years hence അല്ലെ, 7 വർഷങ്ങൾ കഴിയുമ്പം. ഓക്കെ, അപ്പൊ എക്സിന്റെ ഏജ് 7 വർഷങ്ങൾ കഴിയുമ്പോൾ എന്താവും? 5x പ്ലസ് 7. ഇനി വൈയുടേത് 7 വർഷം കഴിയുമ്പോൾ എന്താവും? 6x പ്ലസ് 7 അല്ലെ. 7 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സിന്റെയും വൈയുടെ ഏജ് ആണിത്. അവരുടെ റേഷ്യോ എന്താണെന്നാണ് പറയുന്നത്? 6:7. 7 വർഷം കഴിയുമ്പം ഇവരുടെ ഏജിന്റെ റേഷ്യോ 6:7 ആകുമെന്ന്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് സോൾവ് ചെയ്താൽ പോരായോ? ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? a/b ഈക്വൽ ടു c/d അല്ലെ. എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. a × d ഈക്വൽ ടു b × c. സോൾവ് ചെയ്തേ. സോ 7 × 5x പ്ലസ് 7 ഈക്വൽ ടു 6 × 6x പ്ലസ് 7. ക്ലിയർ ആണോ? 35x പ്ലസ് 49 ഈക്വൽ ടു 36x പ്ലസ് 42. ഇനി എക്സ് എല്ലാവരും സൈഡിൽ ചെയ്താൽ 36x മൈനസ് 35x, എക്സ് ഈക്വൽ ടു 49 മൈനസ് 42 എന്ത് വരും? 7. അങ്ങനെ എക്സിന്റെ വാല്യൂ 7 കിട്ടി. ഇനി അവർ ചോദിക്കുന്നത് വാട്ട് ഈസ് എക്സ് പെർസെൻറ്റേജ്. എക്സിന്റെ പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 5x. ദാറ്റ് ഈസ് 5 × 7, 35 years. ഇത് ക്ലിയർ ആണോ? ഈ മെത്തേഡ് നമ്മൾ സിമ്പിളായിട്ട് എക്സ് ഇട്ട് ചെയ്യും. ഇനി ഇത് ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. അപ്പൊ ഇത് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എനിക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് മറന്നു പോയാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ്? എക്സിന്റെയും വൈയുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5x എന്നും 6x എന്നും നമ്മൾ അസ്യൂം ചെയ്തു. 7 years കഴിയുക എന്ന് പറഞ്ഞാൽ പ്ലസ് 7 ചെയ്തു. ഇനി 7 years എഗോ എന്നായിരുന്നു പറഞ്ഞെങ്കിൽ നമ്മൾ 7 മൈനസ് ചെയ്യണം. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ എന്താണോ ചോദിക്കുന്നത് അതിന്റെ ആൻസർ പറയാം. എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് 35. ഇനി 6 ആണ് ചോദിച്ചെങ്കിൽ 6 × 7, 42 years. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനുള്ള ഇനി അടുത്ത ഷോർട്ട് കട്ട് മെത്തേഡ് പറയുവാണ്. ശ്രദ്ധിക്കാം. രണ്ടുപേരുടെ ഏജിന്റെ റേഷ്യോ തരികയാണ്. 5:6 എന്നുള്ള റേഷ്യോ അല്ലെ, എക്സിന്റെയും വൈയുടെയും റേഷ്യോ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് എപ്പോഴത്തെ തന്നേക്കുന്നത്? പ്രസന്റ്. അതിനുശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെ,
7 ഇയേഴ്സ് ആഫ്റ്റർ അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 6:7. അപ്പോൾ അതാണ് ആദ്യം രണ്ടുപേരുടെ റേഷ്യോ തരിക, എന്നിട്ട് ഒരേപോലുള്ള ചേഞ്ചിന് ശേഷം മറ്റൊരു റേഷ്യോ തരിക. അതായത് രണ്ടുപേർക്കും 7 വർഷം കഴിഞ്ഞിട്ട് ഉള്ള കാര്യമല്ലേ പറയുന്നത്. അങ്ങനെയുള്ളത് വരുമ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ റേഷ്യോയുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. എത്ര? 5, 6 മൈനസ് 5 1. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? 7 മൈനസ് 6 1. ഈ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി ഈ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അത് ഞാൻ അടുത്ത ക്വസ്റ്റിനെ പറയാം. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് സെയിം ആണല്ലോ, അതുകൊണ്ട് ഇനി അതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. മനസ്സിലായല്ലോ? രണ്ടുപേരുടെ റേഷ്യോ തന്നിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് മുൻപേ എന്ന്, അതായത് ഈക്വൽ ആയിട്ടുള്ള ചേഞ്ച് രണ്ടുപേർക്കും വരുന്ന കേസിൽ, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ചേഞ്ച് വന്ന് പുതിയ റേഷ്യോ കിട്ടുന്ന കേസിൽ ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. അത് സെയിം ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ദെൻ നമ്മൾ നോക്കേണ്ടത് ഈ വെർട്ടിക്കൽ ഡിഫറൻസ്. ഈ ഒരു ഡിഫറൻസ് ഹൊറിസോണ്ടൽ ഡിഫറൻസ് സെയിം ആയിട്ട് വന്നാൽ വെർട്ടിക്കൽ ഡിഫറൻസ് എന്തായാലും ഇനി സെയിം ആയിട്ടേ വരത്തുള്ളൂ. ഇവിടെ എത്ര ഡിഫറൻസ്? അതായത് ഇത് നമുക്ക് 5 പാർട്ട് 6 പാർട്ട്. ഇതാണ് എക്സിന്റെ പെർസെൻറ്റേജ് 5 എന്നും വൈയുടെ പെർസെൻറ്റേജ് 6 എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതേപോലെ 7 വർഷം കഴിയുമ്പം എക്സിന്റെ പെർസെൻറ്റേജ് 6 എന്നും വൈയുടെ പെർസെൻറ്റേജ് അല്ല, 7 വർഷം കഴിഞ്ഞിട്ടുള്ള എക്സിന്റെ ഏജ് 6 എന്നും 7 വർഷം കഴിഞ്ഞിട്ടുള്ള വൈയുടെ ഏജ് 7 എന്നും പറയുന്നത്. അതായത് 6 ആയിരുന്ന വയസ്സ് 7 ആയി എന്ന് വെച്ചാൽ എന്തൊരു ഡിഫറൻസ് വന്നു? 1 ഡിഫറൻസ് വന്നു അല്ലേ? ആ 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയണം? ഈ 7, ഈ 1 ചേഞ്ച് വന്നത് ഈ 7 വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോഴല്ലേ? സോ 1 7 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഇനി ഇതിനകത്തുള്ള ഏതാണോ ചോദിക്കുന്നത് അത് പറയാം. അതായത് എക്സിന്റെ ഏജ് ആണെങ്കിൽ 5 എത്ര മാറി എന്ന് പറയുക. ഇനി വൈയെ കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ 6 എത്ര മാറി എന്ന് പറയുക. ക്ലിയർ ആണോ പറഞ്ഞത്? 1 7 ആവുന്ന എങ്ങനെയാ? ഇൻറ്റു 7. അപ്പോൾ ഇൻറ്റു 7 ഇവിടെ അതേപോലെ ചേഞ്ചിന് വരും. 1 എങ്ങനെ 7 ആകുന്നു അതേപോലെ തന്നെ 5 മാറുന്നു. 1 ഇൻറ്റു 7 ആണ് 7. സോ 5 ഇൻറ്റു 7 35. 6 ഇൻറ്റു 7 42. ക്ലിയർ ആണോ? പെട്ടെന്ന് കിട്ടത്തില്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. 5:6 എന്നുള്ള പ്രസന്റിലെ റേഷ്യോ തന്നു. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇവിടെ പറയുന്ന ഒരു ചേഞ്ച് 7 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോ 6:7 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പ്രസന്റിലെ കാര്യം, ഇത് 7 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം. ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുക. ഇത് 1, ഇവിടെയും 1. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഈ ഡിഫറൻസ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് എടുക്കുന്നു. അതെന്താ? ഇവിടെ 1 ആയതുകൊണ്ട് ഇനി അത് 2 ആണെങ്കിൽ 2 എന്ന് പറയണം. ഓക്കെ, 1 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. ആ 1 എന്താണെന്ന് പറയണം? ഇവരുടെ ഈ ഒരു ഗ്യാപ്പ്, എത്ര വർഷത്തെ ഗ്യാപ്പാണ് പറഞ്ഞേക്കുന്നത്? 7 വർഷം. ആ 1 7 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 എന്ന് പറയും. ആ 5 എങ്ങനെ മാറും? ഇനി വൈയുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ 6 എങ്ങനെ മാറും? ക്ലിയർ ആണോ? 1 7 ആവുന്ന എങ്ങനെയാ? ഇൻറ്റു 7. സോ ഇവിടെ അതേപോലെ തന്നെ ചെയ്യുന്നു. 35 ഇൻറ്റു 7 42. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? രണ്ട് മെത്തേഡ് ഓക്കെ അല്ലേ? എങ്കിൽ ഷോർട്ട് കട്ട് മറന്നുപോയാലും നിങ്ങൾ ഈ നോർമൽ മെത്തേഡ് ചെയ്തോളുക. ഷോർട്ട് കട്ട് പഠിച്ചാൽ നമുക്ക് എളുപ്പം ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഒന്നുകൂടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. The ratio of ages of A and B at present is 3:1. ഓക്കെ, അപ്പം ഞാൻ രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ ഒന്ന് ഷോർട്ട് കട്ട് ചെയ്ത് കാണിക്കാം. ആദ്യമേ എയുടെയും ബിയുടെയും പ്രസൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? 3:1 ആണ് അല്ലെ? പ്രസന്റ്. ഇനി 4 years earlier അല്ലെ, 4 years ago, അതായത് 4 വർഷം മുന്നേ അവരുടെ ഏജ് എന്ന് പറയുന്നത് എന്താ? 4:1 ആണെന്നും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഏതാ? ഹൊറിസോണ്ടൽ ഡിഫറൻസ് നോക്കുക. 3 - 1 2, 4 - 1 3. സെയിം ആണോ? സെയിം അല്ല. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുവാണ്, ശ്രദ്ധിക്കുക. ഇതിപ്പോ നേരത്തെ സെയിം ആയിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മറ്റേ വെർട്ടിക്കൽ ഡിഫറൻസ് എടുത്തങ്ങ് പോകും അല്ലെ? ഇവിടെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിഫറൻസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. ഇവിടെ 3 അല്ലേ? അപ്പൊ ഈ റേഷ്യോനെ മൊത്തത്തിൽ 3 കൊണ്ടും ഈ റേഷ്യോനെ മൊത്തം ഇവിടുത്തെ ഡിഫറൻസ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ എന്തായി? നമ്മുടെ റേഷ്യോ 9:3 എന്നും പിന്നെ എന്താ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8:2 എന്നും കിട്ടി. ഇനി ഇതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ എ, ഇത് ബി, ഇത് ഇവരുടെ പ്രസന്റ്, ഇത് ആഫ്റ്റർ 4 years അല്ലെ? 4 year ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് 8:2. ക്ലിയർ ആണോ പറഞ്ഞത്? ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റേഷ്യോനെ മൾട്ടിപ്ലൈ, അതായത് ഈ 2 കൊണ്ട് തൊട്ടടുത്ത റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
ഈ 3 കൊണ്ട് മേലുള്ള റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പുതിയത് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വെർട്ടിക്കൽ ഡിഫറൻസ് എടുക്കുന്നു 1. ഈ 1 എന്താണെന്ന് പറയണം, ഈ ഗ്യാപ്പായ 4 ഇയേഴ്സ്. അപ്പോൾ 1 4 ആണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ, പെർസെൻറ്റേജ് ഓഫ് എ 9. 9 എങ്ങനെ മാറുന്നു, 1 4 ആവുന്ന എങ്ങനെ, ഇൻറ്റു 4. സോ 9 ഇൻറ്റു 4 36 ഇയേഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നേരത്തെ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് സെയിം അല്ലാത്തത്. നേരത്തെ കേസിൽ നമ്മൾ ഡിഫറൻസ് സെയിം ആയിരുന്നു. ഇവിടെ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ ഇൻറ്റു 2 ചെയ്തു, ഇവിടെ ഇൻറ്റു 3. ആ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് ഇത് വേണ്ട. ഓക്കെ, സോ 9:3 എന്നും കിട്ടി, 8:2 എന്നും കിട്ടി. സോ ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുക. ആ 1 ആണ് ഈ പറയുന്ന ഗ്യാപ്പിലെ 4 ഇയേഴ്സ് ഗ്യാപ്പിലല്ലേ വരുന്നത്. സോ ആ 1 4 ആണെങ്കിൽ എയുടെ ചോദിച്ചാൽ 9, ഇനി ബി ആ ചോദിക്കുന്നെങ്കിൽ 3 ഇൻറ്റു 4 12 ഇയേഴ്സ്. ഓക്കെ ആണോ? നമ്മുടെ നോർമൽ മെത്തഡിലും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. നോർമൽ മെത്തഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എയുടെയും ബിയുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ 3:1 അല്ലെ. അപ്പൊ 3x ആണ് എയുടെ ഏജ്, 1x ആണ് ബിയുടെ ഏജ് എന്ന് നമുക്ക് കിട്ടും. 4 ഇയേഴ്സ് ഏർലിയർ, അതായത് 4 ഇയേഴ്സ് എഗോ, 4 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ 4 വെച്ച് മൈനസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ റേഷ്യോ എന്താന്ന് പറഞ്ഞു, 4:1 ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3x minus 4 equal to 4 into 1x minus 4. 3x minus 4 equal to 4x minus 4 into 4 16. ഇനി x എല്ലാം കൂടെ ഒരുമിച്ചും നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചും വന്നാൽ x will be equal to എന്ത് വരും, 16 minus 4 12. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 12 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ഓഫ് എ ആണ്. പെർസെൻറ്റേജ് ഓഫ് എ എന്നാൽ 3x, ദാറ്റ് ഈസ് 3 into 12 36 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 10 years ago the ratio of Amit and his father was 1:5. 10 വർഷങ്ങൾക്ക് മുന്നേ അല്ലെ, 10 years ago the ratio 1:5 ആയിരുന്നു. ആഫ്റ്റർ 6, അതായത് 10 ഇയേഴ്സ്, ഇപ്പൊ നമ്മുടെ ഈ ഏജിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 10 years ago അതെന്ന് പറഞ്ഞാൽ എവിടുന്ന്, പ്രസന്റിൽ നിന്ന് 10 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ആഫ്റ്റർ 6 ഇയേഴ്സ്, അത് എപ്പോഴാ, പ്രസന്റിൽ നിന്ന് 6 വർഷങ്ങൾ കഴിഞ്ഞ്. അങ്ങനെയാണ് ഏജിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പറയുന്നത്. ഓക്കെ, അല്ലാതെ 10 വർഷം മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് അവിടുന്ന് 6 വർഷം എന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ 10 years ago എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നിന്ന് 10 വർഷം മുന്നേ ഉള്ള ഏജ്. ഇനി ആഫ്റ്റർ 6 ഇയേഴ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ ദർ ഏജസ് 3:7 എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ നിന്ന് 6 വർഷങ്ങൾ കഴിയുമ്പം അവരുടെ റേഷ്യോ 3:7 എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 10 years ago the ratio 1:5 ആണ്. അങ്ങനെ ഇവിടെ നമുക്കൊരു പ്രസന്റ് ഉണ്ട്. ആ പ്രസന്റിൽ നിന്ന് വീണ്ടും എത്ര, 6 വർഷം കഴിയുമ്പം 6 ഇയേഴ്സ് ആഫ്റ്റർ അല്ലെ. ഈ ഒരു ഗ്യാപ്പ് 10, ഈ ഒരു ഗ്യാപ്പ് 6, മൊത്തം എത്ര ഗ്യാപ്പ് ഉണ്ട്, 16 ഇയേഴ്സിന്റെ ഗ്യാപ്പാണ് വരുന്നത് അല്ലെ. അപ്പൊ 6 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞത് 3:7. ക്ലിയർ ആണോ? മനസ്സിലായോ? 10 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഏജ് 1:5, അതായത് അത് കഴിഞ്ഞ് ഒരു പ്രസന്റ് ഉണ്ട്. പ്രസന്റ് കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം ഏജ് 3:7. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എന്താണ്, ഈ ഒരു ഗ്യാപ്പ് എന്നാൽ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, 16 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഷോർട്ട് കട്ടിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡിഫറൻസ് നോക്കുന്നു അല്ലെ. ഡിഫറൻസ് ഇവിടെ 5 - 1 4 ആണ്, ഇവിടെ 7 - 3 4 ആണ്. ഓക്കെ, സെയിം ആണ്. സെയിം ആണെങ്കിൽ വളരെ എളുപ്പം അല്ലെ. എന്താ ഈ ഡിഫറൻസ് നോക്കും, 5 7 ആയി അല്ലെ. ദാറ്റ് മീൻസ് മൈനസ് സൈൻ ഒന്നും നമ്മൾ നോക്കണ്ട, ആ ഒരു ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. എന്താ ഡിഫറൻസ്, 2 ആണ് ഡിഫറൻസ് അല്ലെ. 7 - 5 2, 3 - 1 2 അല്ലെ. ഈ 2 എന്ന് പറഞ്ഞ ചേഞ്ച് എപ്പോഴാണ് വരുന്നത്, ഈ 16 വർഷത്തെ ഗ്യാപ്പ് വരുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ 2 16 ആയാൽ നമുക്ക് വേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് ഹിസ് ഫാദർ ആണ്. നമുക്ക് ആദ്യം ഇവിടുന്ന് 10 ഇയേഴ്സ് എഗോയിലുള്ള അവരുടെ ഏജ് കണ്ടുപിടിക്കാം അല്ലെ. 10 ഇയേഴ്സ് എഗോയിലുള്ള ഇത് അമിത്, ഇത് ഫാദർ. ഓക്കെ, അപ്പൊ അമിത് 1 കണ്ടുപിടിക്കാം. അമിത് വേണ്ട, നമുക്ക് ഫാദർ മതിയല്ലോ. സോ ഫാദർ 5 അല്ലെ, 5 നമുക്ക് കണ്ടുപിടിക്കാം. 2 16 ആവുന്ന എങ്ങനെ, ഇൻറ്റു 8. സോ ഇൻറ്റു 8 40. എന്തുവാ 40, 10 ഇയേഴ്സ് എഗോ അല്ലെ. 10 ഇയേഴ്സ് എഗോയിലുള്ള ഫാദറിന്റെ ഏജ് ആണ് നമുക്ക് 40 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് എന്തായിരിക്കും, 40 + 10 50. ക്ലിയർ ആണോ? 50 ഇയേഴ്സ്. ഓക്കെ ആണോ? മനസ്സിലായോ?
അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 16 ഇയേഴ്സ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ 10 വർഷം മുന്നേ, പിന്നെ ഒരു പ്രസന്റ് ഉണ്ട്, പിന്നെ ഒരു 6 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ 216 ആയാൽ ഇത് നമ്മൾ ഈ റേഷ്യോ 1:5 എന്ന് പറഞ്ഞാൽ 10 വർഷം മുന്നത്തെ ആയതുകൊണ്ടാണ് നമ്മളത് 540 എന്ന് കണ്ടുപിടിക്കുന്നത്. 10 വർഷം മുന്നത്തെ ഏജ് ആണ് പ്രസന്റ് കണ്ടുപിടിക്കുക. ഇത് നോർമൽ മെത്തേഡിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. 10 ഇയേഴ്സ് എഗോ അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അമിതിന്റെ റേഷ്യോ 1x, ഫാദറിന്റെ റേഷ്യോ 5x. 10 ഇയേഴ്സ് എഗോ ഇങ്ങനെയാണെങ്കിൽ പ്രസന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? +10 ചെയ്യുക അല്ലെ. ഇതാണ് പ്രസന്റിലുള്ള അവരുടെ ഏജ്. ഇനി ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? +6 കൂടെ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം 1x + 16 / 5x + 16 എന്ന് പറയുന്നതാണ് എന്ത്? 3/7. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും, പിന്നെ ചോദിക്കുന്നത് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്താൽ മതി. കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഒഴിവാക്കാം ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചാൽ. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.